വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കൊള്ളയാണ് സുപ്രീം കോടതി പരമോന്നത നീതിന്യായ ഹൈക്കോടതി കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഹൈക്കോടതി ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ കേസേ ഉണ്ടാവില്ലായിരുന്നു. ഹൈക്കോടതിയുടെ ഓരോ നിരീക്ഷണങ്ങളും SITയിൽ പോലും വിശ്വാസമില്ലായ്മ പ്രകടിപ്പിക്കുന്നതാണ്. SITയെ സ്വാധീനിക്കാൻ സംസ്ഥാന സർക്കാർ എങ്ങനെ ശ്രമിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഹൈക്കോടതിയുടെ ഓരോ നിരീക്ഷണങ്ങളും ഇടപെടലും. ഇന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണവും വളരെ വ്യക്തമാണ്. രാജ്യത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു വലിയ കൊള്ളയാണ് ശബരിമലയിൽ നടത്തിയിരിക്കുന്നത്. ആ കൊള്ളക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് മാർക്സിസ്റ്റ് പാർട്ടിയും ഗവൺമെൻറ്റും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇവർക്ക് ശബരിമല അയ്യപ്പനോടോ 2019 ഒരു വിവാദം ഉണ്ടാക്കി ശബരിമലയെ വിവാദ കേന്ദ്രമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളത് ഈ ഗവൺമെൻറ് പ്രവർത്തനമാണ്. ഇതിപ്പോൾ കൊള്ളയുടെ കേന്ദ്രമാക്കി അവർ മാറ്റിയിരിക്കുകയാണ്. ഇതിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭം. ഒരു കാര്യം, ഈ തരൂരുമായി ബന്ധപ്പെട്ട പരിഭവങ്ങളൊക്കെ പരിഹരിച്ചോ? അപ്പോൾ ഒരു ഫോട്ടോ സെഷൻ ഒക്കെ കണ്ടിരുന്നു. എന്തെങ്കിലും അങ്ങനെ പ്രത്യേക കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു തരൂരുമായിട്ട്? ഇല്ല, തരൂരിന് എന്താ പ്രശ്നം ഉണ്ടായിരുന്നു? മോദി അനുകൂലിച്ചു എത്ര നാളുകളായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അന്ന് തന്നെ അദ്ദേഹത്തിനെതിരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംസാരിക്കുന്നവർ എന്താണ് സംസാരിക്കുന്നത്? ഞാനങ്ങനെ വ്യക്തിപരമായി ആർക്കെതിരെയും പറയുന്ന ആളല്ല. എൻ്റെ പാർട്ടിയുടെ നയം എപ്പോഴും ഞാൻ പറയും. അത് വിട്ടുവീഴ്ചയില്ലാതെ പാർട്ടി നയങ്ങളെ എവിടെയെങ്കിലും ഡൈല്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ നിലപാട്. ശശി തരൂർ എന്ന് പറയും, ഞങ്ങൾ എല്ലാ കാലത്തും പറയും, എൻ്റെ പ്രസ്താവന പറയും, ശശി തരൂർ പാർട്ടിക്ക് വിലപ്പെട്ട ഒരു നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിലൊക്കെ തന്നെ ചിലപ്പോഴെങ്കിലും ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കണമെന്ന് പാർട്ടി അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് പലവരും. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അത്തരം പ്രസ്താവനകൾ അദ്ദേഹം പുറപ്പെടുവിക്കാറില്ല. ശശി തരൂരിനെ പോലുള്ള ഒരാളുടെ പാർട്ടിയിൽ ഉപയോഗിക്കണം തന്നെയാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ചിന്ത. ഇത് മുൻപൊന്നും ഇല്ലാത്ത ഐക്യം നേതാക്കൾക്കിടയിൽ വേണ്ട ഒരു സമയമാണെന്ന് വിലയിരുത്തുന്നുണ്ടോ? അങ്ങനെ ഒരു അല്ലേ, കേരളത്തിലെ ജനങ്ങളും കേരളത്തിലെ ഓരോ സാധാരണക്കാരനായ ചായക്കടയിലിരിക്കുന്ന പാർട്ടി പ്രവർത്തകരും ആഗ്രഹിക്കുന്ന ഐക്യമാണത്. ഈ ഐക്യത്തിന് വിട്ടുപോകുന്ന ആളുടെ കാര്യം അധോഗതിയാണ്. അതുകൊണ്ട് ഐക്യം എന്ന് പറയുന്നത് നാട് ആഗ്രഹിക്കുന്ന, നാടിൻ്റെ ആവശ്യമുള്ള മഹത്തരമായ സന്ദേശമാണ്. ആ സന്ദേശമാണ് ഇവിടെ ഇന്ന് സപ്തയിൽ നിന്നും പുറത്തു വരാൻ വേണ്ടി പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തപ്പോൾ പോലും അദ്ദേഹം BJP അനുകൂലമായ സമീപന നിലപാടാണ്, അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത്. അപ്പോഴൊക്കെ കോൺഗ്രസ് പാർട്ടി ആ നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് ഉറച്ചു നിന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ നിലപാടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. കോൺഗ്രസ് പാർട്ടിയുമായി സജീവമായി കഴിഞ്ഞ വർക്കിംഗ് കമ്മിറ്റിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. സജീവമായ ചർച്ചകൾ പങ്കെടുത്തിരുന്നു. അദ്ദേഹം